ഇനി യൂണിറ്റ് 2-ൽ എക്കോസിസ്റ്റം എന്ന ചാപ്റ്ററിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് കോമ്പോണൻസ് ഓഫ് ദി എക്കോസിസ്റ്റം. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ആൻ എക്കോസിസ്റ്റം ഈസ് എ ഫങ്ഷണൽ സിസ്റ്റം. എന്തുകൊണ്ട് അതിനെ ഫങ്ഷണൽ സിസ്റ്റം എന്ന് വിളിച്ചത്? ധാരാളം ഫങ്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. ലിവിങ് ഓർഗാനിസ് ആയിക്കോട്ടെ, നോൺ ലിവിങ് ഓർഗാനിസ് ആയിക്കോട്ടെ, ആ ഒരു ആവാസ വ്യവസ്ഥയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ട് അല്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ പോണ്ട്, ഈ കുളത്തിൽ ഒരുപാട് ലിവിങ് ഓർഗാനിസം ഉണ്ട്, നോൺ ലിവിങ് ഓർഗാനിസം ഉണ്ട്. ഏതൊക്കെയാണ് ലിവിങ് ഓർഗാനിസം, ഏതൊക്കെയാണ് നോൺ ലിവിങ് ഓർഗാനിസം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇവരുടെ ഫങ്ഷൻസ് എന്ന് വളരെ വൈഡാണ് അല്ലേ. ഒരുപാട് ഫങ്ഷൻസ് അവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ഫങ്ഷണൽ സിസ്റ്റമായിട്ടാണ് കാണുന്നത്. വേർ ലിവിങ് ഓർഗാനിസംസ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് ദി നോൺ ലിവിങ് എൻവയോൺമെൻറ്റ്. അപ്പം നോൺ ലിവിങ്ങും ലിവിങ്ങും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ആ സിസ്റ്റം മുന്നോട്ട് പോകും. അപ്പം നമ്മുടെ ഒന്നാമത്തെ അബയോട്ടിക് കോമ്പണൻസ് എന്ന് വെച്ചാൽ മറ്റൊരു പേര് വിളിക്കാം നോൺ ലിവിങ് ഫാക്ടേഴ്സ്. ആരൊക്കെയാണ്? എയർ, വാട്ടർ, ലാൻഡ്, സോയില്, മണ്ണ്, റോക്സ്, പാറകൾ, അതൊക്കെ. എയർ ആണെങ്കിൽ അതിന് അറ്റ്മോസ്ഫിയർ, വാട്ടർ ആണെങ്കിൽ ഹൈഡ്രോസ്ഫിയർ, ലിതോസ്ഫിയർ, ലാൻഡ്, സോയിൽ, റോക്സ് ഒക്കെ. അത് നമ്മൾ കെമിക്കലുമായി ബന്ധപ്പെട്ടതിനെ കുറച്ച് ടേംസാണ് പറയുന്നത്. അത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ കൂടുതലായിട്ടുള്ളതിലേക്ക് പോകണ്ട, കെമിക്കൽ ടേംസിലേക്കും ഒന്നും പോണ്ടില്ല. അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിതോസ്ഫിയർ, എയർ, വാട്ടർ, ലാൻഡ്, സോയിൽ, റോക്സ് എന്ന് പറഞ്ഞാൽ പാറകളൊക്കെ. ഞാനിപ്പോൾ നേരത്തെ കാണിച്ച പോണ്ടുകളിൽ കുറച്ച് പാറകളൊക്കെ ഉണ്ടാവും കരയിലൊക്കെ. പിന്നെ സോയിൽ, മണ്ണുണ്ട്, ലാൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്, പിന്നെ സൺലൈറ്റ് ഉണ്ട്, അതൊക്കെ ഇതിൽ വരും. അപ്പം അതിൻ്റെ ഒരു കെമിക്കൽ വശങ്ങളാണ് ഇതിൽ പറയുന്നത്. അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ പ്രൊവൈഡ്സ് ഗ്യാസ് ലൈക്ക് ഓക്സിജൻ ഉണ്ടാവും എയറിൽ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും എയറിൽ, നൈട്രജൻ ഉണ്ടാവും. അപ്പോൾ ഈ എയർ ഇൻഫ്ലുവൻസസ് വെതർ ആൻഡ് ക്ലൈമറ്റ്. ആ ഒരു കാലാവസ്ഥയെ, ക്ലൈമറ്റിനെ ആശ്രയിച്ചായിരിക്കും നല്ലൊരു എയറൊക്കെ ഉണ്ടാവുക. ഹൈഡ്രോസ്ഫിയർ വാട്ടർ ഇൻക്ലൂഡ് റിവർ, നദികളിലും ലേക്ക്, തടാകങ്ങളിലും, ഓഷ്യൻ എന്ന് വെച്ചാൽ കടൽ, സീ, ഗ്രൗണ്ട് വാട്ടർ, എസെൻഷ്യൽ ഫോർ ഓൾ ലൈഫ് പ്രോസസ്സ്. എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടതാണ് ഈ വാട്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഉദാഹരണത്തിൽ അവിടെ ഒരു വാട്ടർ, ചെറിയൊരു പോണ്ട്, കുളം കാണുന്നുണ്ട്. ആ വാട്ടർ കുടിക്കാൻ വേണ്ടിയിട്ട് മാനുകൾ, പരുന്തുകൾ, ആമകൾ, തവളകൾ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഒരു ലൈഫിൻ്റെ പ്രോസസ്സ് തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വാട്ടർ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. വാട്ടർ എന്ന നോൺ ലിവിങ് കോമ്പോണൻറ്റ്. ലിതോസ്ഫിയർ എന്ന് പറയുന്നത് ലാൻഡ്, ഭൂമി, സോയിൽ, മണ്ണ്, റോക്സ്, പാറകൾ. പ്രൊവൈഡ്സ് മിനറൽസ് ആൻഡ് ന്യൂട്രിയൻസ്. പോഷക ഗുണങ്ങളൊക്കെ തരുന്നത്, മിനറൽസും ന്യൂട്രിയൻസും നമുക്ക് തരുന്നത് ഈ ലാൻഡിലൂടെയും മണ്ണിലൂടെയും പാറകളിലൂടെയൊക്കെയാണ് നമുക്ക് മിനറൽസൊക്കെ കിട്ടുക. അവിടെയുള്ള ചെടികൾക്ക് മിനറൽസ് എവിടെ നിന്ന് കിട്ടുന്നത്? മണ്ണിൽ നിന്നാണ്, എയർ നിന്നാണ്, വാട്ടറിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. കൂടുതലായിട്ടും മണ്ണിൽ നിന്നൊക്കെ ആയിരിക്കും. അതാണ് സോയിൽ, റോക്സ്, പാറകൾ, ലാൻഡ്, ഭൂമികൾ ഒക്കെ. പ്രൊവൈഡ്സ് മിനറൽസ് ആൻഡ് ന്യൂട്രിയൻസ്. സപ്പോർട്ട്സ് പ്ലാന്റിന് സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ലാൻഡും, സോയിൽ, മണ്ണ്, റോക്സ്, പാറകൾ. അവരുടെ വളർച്ച ആൻഡ് ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത് അവരുടെ വാസസ്ഥലം വളരണമെങ്കിൽ, ചെടികൾ വളരണമെങ്കിൽ ഇങ്ങനെയുള്ള മണ്ണ്, റോക്സ്, സോയിലൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, ലാൻഡുകളൊക്കെ. അടുത്തത് ബയോട്ടിക് കോമ്പോണൻസ്. ഒരു കെമിക്കൽ സൈഡിൽ അല്ലെങ്കിൽ കെമിസ്ട്രിയിലേക്കൊരു ടേംസിലേക്ക് പറയുകയാണെങ്കിൽ ലിവിങ് ഓർഗാനിസം. ബയോട്ടിക് കോമ്പോണൻസ് നമുക്കറിയാം. ലിവിങ് ഓർഗാനിസം ഏതൊക്കെ നോക്കാം. പ്രൊഡ്യൂസർ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒരു പുല്ലാണ്, ഗ്രാസ്, പ്ലാന്റാണ് അല്ലേ. ഗ്രീൻ പ്ലാന്റൊക്കെ ഇതിൽ വരും, പച്ചപ്പുല്ലും പച്ചച്ചെടികളും. ബാക്ടീരിയ, ചെറിയ ബാക്ടീരിയ ഒക്കെ ഇതിൽ വരാം. പക്ഷേ ബാക്ടീരിയ ഡീകമ്പോസേഴ്സിലെ വരിക, നമുക്കറിയാം. പ്രൊഡ്യൂസറിൻ്റെ മറ്റൊരു പേരാണ് ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കും. പ്രൊഡ്യൂസറിൻ്റെ മറ്റൊരു പേര്, കുറച്ചുകൂടി ഒരു ബയോളജിക്കലി ഒരു ടേം പറയുകയാണെങ്കിൽ ഓട്ടോട്രോപ്സ് എന്നാണ് വിളിക്കുക. ഓട്ടോട്രോപ്സ് ആരൊക്കെയാണ്? ഗ്രീൻ പ്ലാന്റ്സ്, സം ബാക്ടീരിയ മേക്ക് ദെയർ ഓൺ ഫുഡ് യൂസിങ് സൺലൈറ്റ്. ഈ പുല്ലുകൾ, ഗ്രാസുകൾ, ഗ്രീൻ പ്ലാന്റുകൾ ആണ് ആദ്യം ഉണ്ടാകുക. അതിനാണല്ലോ വേർന്ന് ഭക്ഷിക്കുക. അപ്പോൾ ഈ പ്ലാന്റുകൾ എവിടുന്ന് അവർക്ക് ഭക്ഷണം എവിടുന്ന് കിട്ടുന്നത്? സൂര്യപ്രകാശത്തും സൺലൈറ്റും. അതിനാ സൺലൈറ്റിൻ്റെ ഒരു ബയോളജിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയും സൺലൈറ്റിനാണ്. അടുത്തത് കൺസ്യൂമറാണ്. കൺസ്യൂമർ എന്ന് പറയുമ്പോൾ
ഹെറ്ററോട്രോപ്സ് എന്ന് പറയും. ഹെറ്ററോട്രോപ്സ് ഡിപ്പെൻഡ് ഓൺ അതർ ഫോർ ഫുഡ്. കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ഒരുപാട് കൺസ്യൂമർ ഉണ്ട്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടേഴ്സറി ഉണ്ട്. പ്രൈമറിനെ നമുക്കത് വിളിക്കാം ഹെർബിവോർസ് എന്ന് വിളിക്കാം. സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ കാർണിവോർസ് എന്ന് വിളിക്കാം. ടേഴ്സറി കൺസ്യൂമേഴ്സിനെ ടോപ്പ് കാർണിവോർസ് എന്ന് വിളിക്കും. ശ്രദ്ധിക്കണം, ഇതിൻ്റെ എല്ലാം മറ്റൊരു പേരുകൾ ബയോളജിക്കൽ ടേമുകൾ മനസ്സിലാക്കി വെക്കുക. കൺസ്യൂമറിനെ മൊത്തത്തിൽ നമുക്ക് വിളിക്കുകയാണെങ്കിൽ ഹെറ്ററോട്രോപ്സ് എന്ന് വിളിക്കും. ഹെറ്ററോട്രോപ്സ്. പ്രൈമറി നമുക്കറിയാം കൺസ്യൂമറിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി. പിന്നെ ഒരു ഫൈനൽ കൺസ്യൂമറിൽ വരും. അത് മൃഗങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് വരും. ഹെർബിവോർസ്, കാർണിവോർസ്, ടോപ്പ് കാർണിവോർസ്. ഇനി നമ്മളെ ലാസ്റ്റാണ് ഡീകമ്പോസേഴ്സ്. ഡീകമ്പോസേഴ്സിൻ്റെ മറ്റൊരു പേര് സാപ്രോട്രോപ്സ് ഓർ റെഡ്യൂസേഴ്സ് എന്ന് വിളിക്കും. സാപ്രോട്രോപ്സ് അല്ലെങ്കിൽ റെഡ്യൂസേഴ്സ്. അത് നമ്മളെ ഫംഗസ്, ബാക്ടീരിയ ഒക്കെ. ഇവരൊക്കെ ഈ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറിലെ കൺസ്യൂമറിലും ചത്തുപോയി കഴിഞ്ഞാൽ അത് മണ്ണോട് ലയിക്കും. അപ്പോൾ ബാക്ടീരിയയായി മാറും, ഫംഗസായി മാറും. അതാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുക. ബ്രേക്ക് ഡൗൺ ഡെഡ് പ്ലാന്റ്സ്, ആനിമൽസ്. ഇതെവിടുന്ന് ഈ ഫംഗസും ബാക്ടീരിയയും വരുന്നത്? ഡെഡ് പ്ലാന്റുകളിൽ നിന്നും ആനിമൽസ് ചത്തുപോയിട്ടോ അങ്ങനെയൊക്കെ ഉള്ളത് ആനിമൽസിന് വരിക. ജീവിക്കുന്ന ജീവജാലത്തിൽ നിന്ന് ഫംഗസും ബാക്ടീരിയ ഒന്നും വരില്ല. മരിച്ചു കഴിഞ്ഞാലാണ് ഈ ഫംഗസും ബാക്ടീരിയയൊക്കെ വരിക. റിട്ടേൺ ന്യൂട്രിയൻസ് ടു സോയിൽ. ശരിക്കും ഈ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് ഈ ജീവജാലങ്ങളൊക്കെ ആനിമൽ ആയിക്കോട്ടെ, പ്ലാന്റ് ആയിക്കോട്ടെ, ചത്തുപോയി കഴിഞ്ഞാൽ അത് ബാക്ടീരിയ ആയി, ഫംഗസ് ആയി കഴിഞ്ഞാൽ നേരിട്ട് പിന്നീട് അടുത്തേക്കാണ് പോകുന്നത്. റിട്ടേൺ ടു സോയിൽ, മണ്ണിലേക്ക് തന്നെയാണ് പോകുന്നത്. മണ്ണിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. റിട്ടേൺ ന്യൂട്രിയൻസ് ടു സോയിൽ, മണ്ണിലേക്ക് തന്നെ പോകും. പക്ഷെ വീണ്ടും അവിടെ പുല്ല് മുളക്കും, അത് തിന്നാൻ തുടങ്ങും. പല ആൾക്കാർ തിന്നും, പിന്നെയും അത് ചത്ത് മണ്ണിലേക്ക് തന്നെ പോകും. ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് കോമ്പോണൻസിൽ പറയുന്നത്. പിന്നെ നമ്മൾ ഒരു ഇമേജ് പറഞ്ഞതാണ് ബയോട്ടിക് ഫാക്ടേഴ്സാണിത്. ബയോട്ടിക് എന്ന് പറയുന്നത് ലിവിങ് ഫാക്ടേഴ്സ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നോൺ ലിവിങ് ഫാക്ടേഴ്സ് ഇവിടെ പറഞ്ഞിട്ടില്ല. അബയോട്ടിക് ഫാക്ടേഴ്സ് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബയോട്ടിക് ഫാക്ടേഴ്സിന് മേലെ പേര് വരാൻ കാരണം. ആൻഡ് ദർ ട്രോഫിക് റിലേഷൻഷിപ്പ്. ട്രോഫിക് എന്ന് പറയുന്നത് ആ ഒരു ഫുഡ് കഴിക്കുന്ന രീതിയാണ്. പുല്ല് അയത് തിന്നും, മുയൽ തിന്നും. പുല്ല് മുയൽ തിന്നും, മുയലിനെ ചെന്നായ തിന്നും, ചെന്നായെ പരുന്ത് തിന്നും. അല്ലെങ്കിൽ വലിയ വലിയ പാമ്പുകളൊക്കെ ഉണ്ടാവും, വലിയ പാമ്പുകളൊക്കെ അതൊന്നും. ഈ പാമ്പിനെയൊക്കെ ആര് തിന്നും? ചിലപ്പോൾ ഫൈനൽ കൺസ്യൂമർ ആയിട്ടുള്ള കടുവ തിന്നും. അല്ലെങ്കിൽ ഇവരെല്ലാം ഒന്നോ ആയിട്ട് തന്നെ ടേഴ്സറിയിൽ വരും, അല്ലെങ്കിൽ ഒരാൾ സെപ്പറേറ്റ് ആയിട്ട് ഫൈനലിൽ വരും. അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഓരോരുത്തർ തിന്നുന്ന രീതിക്കനുസരിച്ചിട്ടാണ് ഫൈനൽ കൺസ്യൂമറും വരും. പിന്നെ ഇത് പറഞ്ഞിട്ടുള്ളത് ഫുഡ് ചെയിനാണ്. ഗ്രാസ് പ്രൊഡ്യൂസറാണ്. അത് പ്രൈമറി കൺസ്യൂമർ തിന്നും, സെക്കൻഡറി കൺസ്യൂമർ ഭക്ഷിക്കും, ടേഴ്സറി കൺസ്യൂമറിന് ഫൈനൽ കൺസ്യൂമർ, പിന്നെ ലാസ്റ്റ് ആറ്. ഇത് പരുന്ന് ചത്തുപോയി കഴിഞ്ഞാൽ ഫംഗസും ഡീകമ്പോസറായിട്ടും തിരിച്ച് റിട്ടേൺ ടു സോയിൽ, മണ്ണിലേക്ക് തന്നെ ലയിക്കും ആ പരുന്ത്. അതാണ് ഫുഡ് ചെയിനിൽ വരിക. ഈ ഇമേജിൽ പറയുന്നത് ബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ബയോട്ടിക് കോമ്പോണൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അബയോട്ടിക് കോമ്പോണൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ബയോട്ടിക് എൻവയോൺമെൻറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അബയോട്ടിക് എൻവയോൺമെൻറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസം എന്ന് വിളിക്കും, അല്ലെങ്കിൽ നോൺ ലിവിങ് ഓർഗാനിസം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ലിവിങ് എൻവയോൺമെൻറ്റ്, നോൺ ലിവിങ് എൻവയോൺമെൻറ്റ്, അങ്ങനെ പല പേരുകളിലും വിളിക്കും. അപ്പോൾ ബയോട്ടിക് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസമാണ്. എന്ന് വെച്ചാൽ ആനിമൽസ്, പ്ലാന്റുകൾ, ഫംഗസുകൾ, അല്ലെങ്കിൽ ജീവനുള്ളതാണ്. അബയോട്ടിക്കിൽ വരുന്നത് നമ്മളെ എയർ, പിന്നെ സോയിൽ, മണ്ണ്, ലൈറ്റ്, ടെമ്പറേച്ചർ, pH, അതൊക്കെ കെമിക്കൽ ടേംസാണ്. മിനറൽസ്, ഹ്യൂമിഡിറ്റി, സാലിനിറ്റി, എല്ലാം കെമിക്കൽ, വാട്ടർ, ഇതിലെ കെമിക്കൽ ടേംസുകളാണ്. അതിൽ നമുക്ക് പരിചയമുള്ളത് എയർ, ലൈറ്റ്, ടെമ്പറേച്ചർ, pH, പിന്നെ ഹ്യൂമിഡിറ്റി, സോയിൽ, മണ്ണ്, ഇതൊക്കെ അബയോട്ടിക്, നോൺ ലിവിങ്ങാണ്. ഇതിൽ ബയോട്ടിക് ലിവിങ്ങും അബയോട്ടിക് നോൺ ലിവിങ്ങിലാണ് വരിക.